Exercise 6.4, question number 4. Find the least number which must be subtracted from each of the following numbers so as to get a perfect square. Also find the square root of the perfect square so obtained. Okay, here some numbers are given. We have to find, these numbers are not perfect squares. We have to make them to perfect square by subtracting a least number. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നതും ചെയ്തിരുന്നു. ഇവിടെ ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യാൻ. ഏത് നമ്പർ ഇതിൽ നിന്ന്, ഏത് ലീസ്റ്റ് നമ്പർ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. Okay, also find the square root of that number. The first number is 402. Here we are using the method of division. Okay, here നമ്മൾ ഇവിടെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ലീസ്റ്റ് നമ്പറിനെ കണ്ടുപിടിക്കാം. ഓക്കെ, so we are using the division method. First we pair these numbers and the left pair it is 4 എന്ന് പറയുന്നത് yes 1 സ്ക്വയറിൻ്റെയും 2 സ്ക്വയറിൻ്റെയും ബിറ്റ്വീനിലാണ്. that is 2 square is 4. okay, so we can take 2, that is 2 square less than or equal to 3 square. okay, 4 എന്ന് പറയുന്നത് 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ബിറ്റ്വീനിലാണ്. that is 2 square is 4, so we can take 2. so we are dividing by 2. 2 2s are 4. 0 നമ്മൾ താഴെയുള്ള ഈ രണ്ട് നമ്പേഴ്സിന് താഴെ ഇറക്കിയിടും. അപ്പോൾ 0 0 2 എന്ന് വന്നു. നെക്സ്റ്റ് we are taking the double of 2. double of 2 is 4. okay, now we have to find the digit here and the same digit will come here. okay, അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് നമ്മൾ എങ്ങനെ എടുക്കണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് ഇവിടെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, 0 0 2 മീൻസ് 2. ഓക്കെ, ബട്ട് വി നോ ദാറ്റ് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ ലീസ്റ്റ് നമ്പർ 1 ആണ്. 1 എടുക്കുകയാണെങ്കിൽ 41 into 1 1 into 1 1 that is 41. 41 into 1 is 41. സോ നമുക്ക് 41ന് 1ന് നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ നമ്മൾ 1നേക്കാൾ ലാർജ് നമ്പേഴ്സ് എടുത്താൽ നമുക്ക് എന്തായാലും 2 കിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് 0. ഓക്കെ, ദാറ്റ് ഇസ് 40. 40 into 0 is 0. okay, now subtract 2 minus 0 is 2. so here the 2 is an extra number. 2 എന്ന് പറയുന്നത് ഇവിടെ എക്സ്ട്രാ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 402 എന്ന് 2 minus ചെയ്താൽ we get the perfect square. okay, so 2 must be subtracted from 402. 2 must be subtracted from 402 to get a perfect square. so the number will be 402 minus 2 which is equal to 400. so 400 is a perfect square. now we have to find its square root. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് നമുക്ക് സെയിം മെത്തേഡ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. we have to find the square root of 400. yes, 4 comes at the left bar, so 2 2s are 4. when we subtracting we get 0. that is, അപ്പോൾ ഇവിടെ 0 വരണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ 4. അപ്പോൾ നമുക്ക് 0 തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 0 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 ആണ് ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരിക അല്ലേ. 0 into 40 is 0. ഓക്കെ, സോ ദ സ്ക്വയർ റൂട്ട് ഓഫ് 400 is 20. Next is 1989. Okay, 1989.
അപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഏത് ലീസ്റ്റ് നമ്പർ ആണ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാം. വി ആർ യൂസിങ് ദ ഡിവിഷൻ മെത്തേഡ്. പെയർ ചെയ്യുക. ദെൻ 19 എന്ന് പറയുന്നത് യെസ് 3 സ്ക്വയറിൻ്റെയും 4 സ്ക്വയറിൻ്റെയും ഇടയിലാണ് വരിക. അപ്പോൾ വി ക്യാൻ ടേക്ക് 4 അല്ലേ, അല്ലെങ്കിൽ 4 സ്ക്വയറിൻ്റെയും 19 വരുന്നത് 4 സ്ക്വയറിൻ്റെയും 5 സ്ക്വയറിൻ്റെ ഇടയിലാണ്. സോ വി ക്യാൻ ടേക്ക് 4. 4 4s are 16. When we subtracting 16 from 19, we get 3 and write 8 9. Now take the double of 4 is 8. Next we have to find the digit here. Okay, 389 കിട്ടണം. അപ്പോൾ നമ്മൾ 82 into 2 ചെയ്താൽ 2 2s are 4, 8 2s are 16 കിട്ടില്ല. 83 എടുക്കുകയാണെങ്കിൽ 9 24. 4 എടുക്കുകയാണെങ്കിൽ 4 4s are 16, 8 4s are 32 plus 1 is 33. ഓക്കെ, ഇനി നമ്മൾ 5 ആണ് എടുക്കുന്നതെങ്കിൽ 5 5s are 25, 2 carry over, 8 into 5 is 40, 40 plus 2 42. അപ്പോൾ ഇത് 389നേക്കാൾ കൂടുതലാണ് 5 എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? ദിസ് 4 സെലക്ട് ചെയ്യാം. 84 into 4 is 336. ഓക്കെ, ഇനി നമ്മളിത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3 5. അപ്പോൾ ഇവിടെ 53 കൂടുതലാണ് ഈ നമ്പറിൽ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ സ്ക്വയർ നമ്പർ ആക്കണമെങ്കിൽ ഇതിൽ നിന്ന് 53 സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ 53 must be subtracted from 1989 to get a perfect square. So the number will be 1989 minus 53, which is 1936. So this is a perfect square. Next we have to find its square root. Square root of 1936. Okay, using the division method. 19 la 4 4s are 16 minus ചെയ്യുമ്പോൾ 3 3 6. Okay, next 4 ന്റെ ഡബിൾ 8. 336 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ തന്നെ ഈ പ്രോബ്ലത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 336 വരുന്നത് 4 സെലക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. സോ വി ക്യാൻ സെലക്ട് 4. ഹിയർ 4 comes. So 84. 84 into 4, 336. When we subtracting this, we get 0. So the square root of 1936 is equal to 44. Next is 3250. Okay, we are using the division method. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഏത് നമ്പർ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണമെന്ന് നോക്കാം. 32 ആണ്. 32 എന്ന് പറയുമ്പോൾ 25നും 36ൻ്റെ ഇടയിൽ, ദാറ്റ് ഇസ് 5 സ്ക്വയറിൻ്റെയും 6 സ്ക്വയറിൻ്റെ ഇടയിലാണ്. സോ വി ക്യാൻ സെലക്ട് 5. 5 5s are 25. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഹിയർ 7 5 0. Now take the double of 5 is 10. Okay, നമ്മളിവിടെ 1 സെലക്ട് ചെയ്യുകയാണെങ്കിൽ 101 വരും. 2 ആണെങ്കിലോ 102 into 2. 2 2s are 4. 0 into 2 0 2 കിട്ടില്ല. ഇനി നമ്മളൊരു 7 സെലക്ട് ചെയ്ത് നോക്കാം. 107 into 7. 7 7s are 49. 4 7 749 വന്നു. ഓക്കെ, ഇതിൻ്റെ നിയർ ആയിട്ട് കിട്ടിയില്ലേ. സോ ദിസ് നമ്പർ വി ക്യാൻ സെലക്ട്. 7 സെലക്ട് ചെയ്താൽ മതി. 107 ഹിയർ 7 749. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ ഇവിടെ 1 എക്സ്ട്രാ ആണ്. അപ്പോൾ ഈ നമ്പറിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിന് കിട്ടും. സോ 1 must be subtracted from 3250 to get a perfect square.
Okay, so the number will be 3250 minus 1 is 3249. Now we have to find its square root. Square root of 3249. Okay, 32 വരുന്നത് 5 5s are 25 minus ചെയ്യുമ്പോൾ 7 വരും 49. 5 ന്റെ ഡബിൾ 10. ഇനി 749 നമുക്ക് കറക്റ്റ് കിട്ടുന്നത് 7 ചെയ്യുമ്പോഴാണ് കിട്ടുക അല്ലേ. സോ 7 സെലക്ട് ചെയ്യാം. 749 minus ചെയ്യുമ്പോൾ 0. That is 57 is its square root. Okay, there are two more numbers are there. അതിൻ്റെ ആൻസറും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കാം.